രൂപതയുടെ ഒരു ഭാഗമെന്ന നിലയിൽ പ്രസിദ്ധമായിട്ടുള്ള ദേവാലയമാണ് അറുന്നൂറ്റിമംഗലം സെൻറ് തോമസ് ദേവാലയം. 1917 ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമായതാണ്. കടുത്തുരുത്തിയുടെ വലിയ പള്ളിയുടെ ഭാഗമായിട്ട് കുരിശുപള്ളിയായിട്ട് തുടങ്ങിയ ഈ ദേവാലയം പിന്നെ സ്വതന്ത്ര ഇടവകയായി മാറി. ഇവിടെ 1900 ചേമ്പാലയിൽ ബഹുമാനം മത്തായിയച്ഛൻ്റെ കാലത്താണ് ഇവിടെ ഈ പ്രസിദ്ധമായിട്ടുള്ള ഈ കുരിശിൻ്റെ മലകയറ്റം ആരംഭിക്കുന്നത്. ആദ്യം ഒരു 50 പേരോട് കൂടി ആരംഭിച്ച ഈ ഈ വലിയ ഈ ചെറിയ സംഭവം പിന്നെ വലിയൊരു ജനപ്രവാഹത്തിൻ്റെ വലിയൊരു ഭക്തിയാഭ്യാസമായിട്ട് മാറുകയാണ് ചെയ്തത്. 1920, 1930 കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ വലിയൊരു വളർച്ച നമ്മൾ കാണുകയാണ്. ദേവാലയം പുതുക്കിപ്പണിയുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ കുരിശിൻ്റെ വഴി 14 സ്ഥലങ്ങളുമൊക്കെ നെടുങ്കോട്ടിലച്ഛൻ്റെ അടുത്ത് നെടുങ്കോട്ടിൽ ബഹുമാനപ്പെട്ട മത്തായിയച്ഛൻ ജോർജച്ഛൻ്റെ കാലത്താണ് അത് പിന്നെ നമ്മൾ സ്ഥാപിക്കുക. ഈ വർഷത്തെ മലകയറ്റം ഏപ്രിൽ മാസം 14-15 തീയതികളിൽ വലിയ ഭക്തിയോടുകൂടി കൊണ്ടാടുകയാണ്. കുരിശിൻ്റെ തിരുശേഷിപ്പിൻ്റെ ഭാഗം സൂക്ഷിച്ചിരിക്കുന്ന ഒരു ദേവാലയമാണ് അറുന്നൂറ്റിമംഗലം ഈ പ്രസിദ്ധമായ ദേവാലയം. ഈ ദിവസങ്ങളിലുള്ള അറേഞ്ച്മെൻറ്റുകളെല്ലാം അതിൻ്റെ പ്രോഗ്രാമെല്ലാം നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ കമ്മിറ്റികളും അതിൻ്റെ സബ് കമ്മിറ്റികളുമൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് എല്ലാ വർഷത്തെക്കാളും വലിയ ആഘോഷമായിട്ടും ഭക്തിനിർഭരമായിട്ടും ഈ മലകയറ്റം നടത്താനായിട്ട് പള്ളിയിലെ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളെ ഇപ്പോൾ നമ്മൾ രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹരാജനായ ഈശോയെ, അനേകം പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ നിരവധിയായ പാപങ്ങളെക്കുറിച്ച് പരിപൂർണ്ണ ഹൃദയത്തോടെ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പാപത്തിന് ശിക്ഷയുടെ മരണത്തിൽ നിന്നും മോചനം നൽകാനും സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കാനും അങ്ങ് പീഡാസഹനവും കുരിശുമരണവും തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങയുടെ രക്ഷാകരത്വത്തിന്റെ മഹനീയമായ മാർഗത്തിലൂടെ ധരിച്ച് പാപപരിഹാരം ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. ഏറ്റുവാങ്ങി പരിരേറ്റം ഭാവിയായി എന്റെ ജീവൻ നിന്റെ രക്തം ചിന്തി നീ വീണ്ടെടുത്തു. ഈ പ്രപഞ്ച ജീവിതത്തിൽ പാപം ഞാനും ചെയ്യില്ല. ഒന്നാം സ്ഥലം
ഈശോ മിശിഹായ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സ്നേഹസമ്പന്നനായ ഈശോയെ, യാതൊരു തെറ്റും ചെയ്യാതെ അങ്ങേ വലിയ കുറ്റങ്ങൾ ചെയ്ത കൊലയാളി ബറാബാസിനോട് പോലും പരിഗണിക്കാതെ കുരിശു മരണത്തിന് പീലാത്തോസ് വിധിച്ചുവല്ലോ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപത്തിന് ശിക്ഷയായി കർത്താവ് ഏറ്റെടുത്ത അപമാനഭാരങ്ങളെ പരിഗണിച്ച് ഞങ്ങളുടെ മുൻവിധിയും വൈരാഗ്യവും കുറ്റങ്ങളും ക്ഷമിച്ച് അത്തരം അപരാധങ്ങളിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ പറഞ്ഞ മറിയമേ, യേശുവേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കൊല്ലുവാനായി കൊണ്ടുപോകും കുഞ്ഞാടിനെ പോലീസോ ഒന്നും മിണ്ടാതല്ലില്ല പ്രവസനായി നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുവിനെ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പ്രചരിപ്പിക്കണമേ. സ്നേഹമേറും വേറൊരിക്കാം രക്തം വാർന്ന യേശുവിൻ മുഖം തന്റെ തൂവാലയാൽ ദുഃഖിതയായി തുടച്ചു. അത്ഭുതമേ, ആ മുഖം തൻ കൈലാസിന്മേൽ പതിഞ്ഞു. അതിലപ്പോൾ വേറൊലിക്കാം ഭക്തിയോടെ ചുംബിച്ചു. ഞങ്ങൾ ചെയ്ത ഘോരമായ പാപം മൂലം നിന്നിൽ വാടി വീണു താടുപോയ ശൃംഗമര പോലെയായി. ആകയാൽ ഞാൻ പാപം കൂപം വിട്ടുമേൽ നിത്യവും പുണ്യമാർഗം തേടി വേഗം നിൻവഴിയെ പോരുന്നു. ആറാം സ്ഥലം വെറും കർത്താവിനെ ആശ്രയിക്കുന്നു. സ്നേഹത്തിൽ നമുക്ക് ധൈര്യവും സൽപ്രവർത്തനം ചെയ്യുന്നവരെ അവർക്ക് ലഭിച്ചത് കർത്താവിനോട് അഭിവൃദ്ധി വിശ്വാസവും സ്നേഹവും മൂലമായിരുന്നു. സ്നേഹസമ്പന്നനായ ഈശോയെ എത്രയോ വിശ്വാസികളാണ് സർവ്വതന്മാർക്ക് അങ്ങേ മുന്നിൽ പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യരെ അങ്ങേ തിരുമുഖത്തിലേക്കാണ് എത്തിച്ച് അവർക്ക് സഹായവും സേവനവും ചെയ്ത് അവരിൽ വിചാരവും കടന്നു വരുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മിശ്രന്മാർ വേദനിക്കാവാൻ തന്നെയാണ്. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഈശോയെ എല്ലാവരും കാണിച്ചു കൊടുക്കുവാൻ ശക്തിയും ശുദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു.